തിരുവനന്തപുരം ഈഞ്ചയ്ക്കലിന് സമയവും മുട്ടത്തറ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി 11.25 സെൻറ്റിൽ ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് ഉൾപ്പെടെ വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മുട്ടത്തറ നമ്മൾ ആ ഒരു അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് മണക്കാട് റൂട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഒരു ട്രാൻസ്ഫോമർ കാണാം. അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി ഇത് ആ റോഡിൽ നിന്ന് ഒരു 4ാമത്തെ വീട് ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു മുറ്റം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. അവിടെ തന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ട് 2-3 വണ്ടികൾ പാർക്ക് ചെയ്യാം. ഇതിനകത്താണെങ്കിൽ നമുക്കൊരു 2 വണ്ടി നിൽക്കും. ഇവിടെ നോക്കിയാൽ ഇവിടെയും നമുക്ക് 2 വണ്ടികൾ 2-3 വണ്ടികൾ നിൽക്കുന്ന രീതിയിൽ നല്ല സ്പേസ് ഉണ്ട്. വീടിന് ചുറ്റും ഒത്തിരിയധികം മരങ്ങളും തെങ്ങുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും കായ്ഫലം നൽകുന്നതാണ്. നല്ല കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങ്, മാവ്, ഇങ്ങനെയുള്ള ഒത്തിരിയധികം മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും ബൈപ്പാസിനോട് ഇത്രയും ചേർന്ന് കിടന്നിട്ട് തന്നെയും ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രോപ്പർട്ടിയിലേക്ക് അറിയുന്നില്ല കേട്ടോ. നമ്മുടെ ഈ വീട് വന്നിട്ട് ശരിക്കും ഒരു 2 യൂണിറ്റായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. 2 ഇലക്ട്രിക്കൽ മീറ്ററും സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ വലിയൊരു വരാന്ത സ്പേസ്, ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മേളത്തെ യൂണിറ്റ് നമ്മുടെ താഴത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. മേളത്തേന് വേണ്ടിയിട്ട് ഇവിടെ കൂടെ ഒരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡോറ് യൂസ് ചെയ്ത് മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ആയിട്ട് കയറാം. അതുപോലെ തന്നെ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു കിച്ചൺ ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നേരത്തെ ഇവരൊരു കൺസൾട്ടേഷൻ റൂമായിട്ട്, പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടേഷൻ റൂം എന്നുള്ള രീതിയിൽ ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് ഇതുപോലൊരു ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു സ്പേസ് ആവും. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷനിൽ റെൻ്റൽ ഇൻകം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. കാരണം എയർപോർട്ടെല്ലാം തൊട്ടടുത്താണ്. എയർപോർട്ട് ഈഞ്ചയ്ക്കൽ ജംഗ്ഷൻ, അവിടെ നിന്നൊക്കെ എയർപോർട്ടിൽ നിന്ന് 2.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അതുപോലെ ലുലു മാളൊക്കെ ഇവിടെ നിന്ന് പെട്ടെന്ന് എത്താം. ആറ്റുകാൽ ക്ഷേത്രം ഇവിടെ നിന്ന് 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ആ രീതിയിലൊരു ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ റെൻ്റൽ ഇൻകം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരും. നമുക്കിവിടെ ഇതിപ്പോൾ ഒരു 3 യൂണിറ്റായിട്ട് വാടക കൊടുക്കുകയാണെങ്കിൽ മാസത്തിൽ എങ്ങനെയായാലും ഒരു 60,000 രൂപേനടുത്തുള്ള വാടക കിട്ടുന്നുണ്ടാവും. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. ഇതുപോലെ സ്റ്റോർ റൂമുണ്ട്, വർക്ക് ഏരിയ. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. വീട് വന്നിട്ട് 2005 നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. പക്ഷേ ഇതിൽ കുറേ നാളായിട്ട് ആളും താമസമില്ല. വല്ലപ്പോഴും ഒരു വരുന്ന സമയത്തൊന്ന് ക്ലീൻ ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരും താമസമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ ലോക്കുകൾ ഏതൊക്കെ ഒന്ന് ജാമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള റെനോവേഷൻ വർക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം സ്പേസ് ആണ്. ഇതുപോലെ സ്റ്റോർ റൂം, സ്റ്റോറേജ് എല്ലാ റൂമുകളിലും കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഈസി ആണ്. അതുകൊണ്ട് തന്നെ 2 പാർട്ടിക്ക് നമുക്ക് വാടക കൊടുക്കാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. എല്ലാ റൂമുകളിലും കബോർഡ് സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ സ്പേസ്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്ത് ടബും അങ്ങനെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വലിയൊരു ബാത്റൂം സ്പേസാണ് ഇതിനുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയ കബോർഡെല്ലാം കാണാം. ആ ഭാഗത്തായിട്ട് 3ാമത്തെ ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂംസാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. ഇതിൽ ഒരു റൂമിൽ നമുക്കൊരു കിച്ചൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മേളിലൊരു ഫാമിലി താമസിക്കണമെങ്കിൽ ഇത് അവരുടെ കിച്ചണായിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ള സ്പേസ് നമുക്ക് ലിവിങ് സ്പേസും ബെഡ്റൂം സ്പേസും എല്ലാം നല്ലതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്കൊരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ഒരു ബാൽക്കണി ഏരിയയിലേക്കും എൻട്രി വരുന്നുണ്ട്. ഈ ബാൽക്കണി സ്പേസ് അതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു ബാൽക്കണി സ്പേസാണ്. നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ, പക്ഷേ പൊടിയും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നീറ്റായിട്ടുള്ളൊരു സ്പേസാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിലേക്കും പോകും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഉദ്ദേശിക്കുന്ന വില 2,60,00,000 രൂപയാണ്. നമ്മുടെ മുട്ടത്തറ ജംഗ്ഷന് വളരെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി. മിസ്സാക്കണ്ട, വേഗം വിളിച്ച് ഡീലായിരിക്കും.